മനോമി ചേരുന്നുണ്ട്. സാനിയ മനോമി, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? പറയൂ. ഇന്നിപ്പോൾ കക്കയത്ത് എങ്ങനെയാണ് ആ വിഷയത്തിൽ പ്രതിഷേധമെല്ലാം ഇന്നലെ അവസാനിപ്പിച്ചു. സർക്കാരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ ബന്ധുക്കൾ സഹകരിച്ചു. വിഷയത്തിൽ എന്താണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുമെന്നാണ് അറിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ സാനിയ മനോമി? അതായത് എബ്രഹാമിന്റെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടില്ല. 8 മണിക്ക് ശേഷമേ അത് തുടങ്ങൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ടാവുക. എല്ലാം കഴിയുമ്പോഴേക്കും ഒരു 10:30 ആകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം അവിടെ പൊതുദർശനവും മറ്റും പ്ലാൻ ചെയ്യുന്നുണ്ട്. ശേഷം പള്ളിയിൽ ആയിരിക്കും സംസ്കാരം നടക്കുക. ഏതായാലും ഇന്ന് യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകിയാണ് കലക്ടറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. 10 ലക്ഷം രൂപ ആദ്യം തന്നെ അനുവദിച്ചു. ബാക്കിയുള്ള പൈസയ്ക്കായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു സമരം, അതായത് ഇന്നൊരു സമരം നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇന്ന് ഏതെങ്കിലും തരത്തിൽ തീരുമാനമാവുന്നില്ല എങ്കിൽ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും തുടങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബന്ധുക്കളും കർഷക സംഘടനയുടെ ആളുകളും ഒക്കെ സമരത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചിരുന്നു. മാത്രവുമല്ല, ശേഷം മൃതദേഹം വിട്ടുകിട്ടിയാൽ ശേഷവും മൃതദേഹം വെച്ചുകൊണ്ട് കളക്ടറേറ്റ് മുന്നിലടക്കം സമരം പ്ലാൻ ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇന്നലെ രാത്രി വൈകി ജില്ലാ കളക്ടറുമായി അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിൽ വെച്ച് ചർച്ച നടക്കുന്ന സാഹചര്യമുണ്ടായി. ആ ചർച്ച വിജയമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം 10 ലക്ഷം രൂപ ആദ്യം അനുവദിക്കുകയും പിന്നീട് ബാക്കിയുള്ള പൈസയ്ക്കായി സർക്കാരിലേക്ക് എഴുതുകയും ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമരമെല്ലാം ഒഴിവാക്കി ഇന്ന് രാവിലെ തന്നെ കൃത്യമായി അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളും ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളും തുടങ്ങും. 10:30 അത് അവസാനിക്കും. ശേഷം കൂരാച്ചുണ്ടിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും ചെയ്യുക മൃതദേഹം. അതിനുശേഷമായിരിക്കും സമീപത്തെ പള്ളിയിൽ മൃതദേഹം അടക്കം ചെയ്യുക. ഓക്കെ, സാനിയ മനോമിയാണ് നമുക്കൊപ്പം ചേർന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലാണ്. കക്കയത്ത് വലിയ പ്രതിഷേധത്തിനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ സർക്കാരുമായിട്ട് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്കൊടുവിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർ ഏറ്റെടുക്കും. ആ വലിയ പ്രതിഷേധത്തിനുള്ള സാഹചര്യം ഇന്നിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്.